നൗണുകൾ സാധാരണയായിട്ട് രണ്ട് തരത്തിലുള്ളതുണ്ട്. ഒന്ന് കൗണ്ടബിൾ നൗൺ, പിന്നെ അൺകൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത് എല്ലാത്തിനെയും നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയും. എന്നാൽ ഇപ്പോൾ പാല്, വെള്ളം ഇതൊന്നും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. സോ അതിന് അൺകൗണ്ടബിൾ നൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ കൗണ്ടബിൾ നൗൺ സ്വാഭാവികമായിട്ട് നമുക്ക് എണ്ണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബുക്ക്, ബോയ്, ഗേൾ, സ്കൂൾ ഇങ്ങനെയുള്ള എല്ലാം, ചെയർ, ഇതെല്ലാം കൗണ്ടബിൾ നൗൺസാണ്. പക്ഷേ അൺകൗണ്ടബിൾ നമ്മൾ എന്ന് പറയുന്നത് മിക്കവാറും ക്വാളിറ്റികൾ, അതുപോലെ തന്നെ ഈ മിൽക്ക്, വാട്ടർ, ഫർണിച്ചർ, ഇങ്ക്, ലഗേജ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ അൺകൗണ്ടബിൾ നൗണാണ്. ഈ അൺകൗണ്ടബിൾ നൗണുകൾ വരുമ്പോൾ മിക്കവാറും അത് മൂന്ന് തരത്തിലാണുള്ളത്. ഒന്ന് ക്വാളിറ്റിയെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അഥവാ ഒരു അവസ്ഥയെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷനെ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓണസ്റ്റി അതൊരു അൺകൗണ്ടബിൾ നൗണാണ്. വിസ്ഡം അതൊരു ക്വാളിറ്റിയാണ്. അല്ലെങ്കിൽ ഗുഡ്നെസ്, ട്രസ്റ്റ് ഇതൊക്കെ ക്വാളിറ്റിയെ കാണിക്കുന്ന അൺകൗണ്ടബിൾ നൗൺസാണ്. എന്നാൽ ഒരു സ്റ്റേറ്റിനെ കാണിക്കുന്നത് ഇപ്പോൾ ചൈൽഡ്ഹുഡ്, ഫ്രീഡം, ഓൾഡ് ഏജ്, യൂത്ത് ഇതൊക്കെ ഒരു അവസ്ഥാവിശേഷങ്ങളാണ്. ഇതും അൺകൗണ്ടബിൾ നൗണായിട്ടാണ് കൂട്ടുന്നത്. അതുപോലെ തന്നെ വർക്ക്, അതുപോലെ തന്നെ വാക്കിംഗ്, ലേണിംഗ് ഇങ്ങനെയൊക്കെ പറയുന്നത് നൗണായിട്ട് വരുമ്പോൾ, അതൊരു ആക്ഷനെ കാണിക്കുന്ന നൗണായിട്ട് വരുമ്പോൾ അതും നമ്മൾ അൺകൗണ്ടബിൾ നൗണായിട്ടാണ് കൂട്ടേണ്ടത്. ഈ ഇവയ്ക്കെല്ലാം ഒന്നും പ്ലൂറൽ ഫോം ഉണ്ടാകത്തില്ല. ഈ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ പ്രത്യേകത അവയ്ക്കൊന്നും നോർമലി നമുക്ക് പ്ലൂറൽ ഫോം പറയാൻ പറ്റും. അതായത് ലഗേജസ് എന്നാരും പറയില്ല, കാരണം അത് തെറ്റാണ്. വുഡ്സ് പറയില്ല, തെറ്റാണ്. പക്ഷേ നമുക്ക് പല സന്ദർഭങ്ങളിലും കുറേ അധികം ഉണ്ട്, അല്ലെങ്കിൽ ബഹുവചനത്തിൽ പറയണമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ നമ്മൾ ചില വാക്കുകൾ അതിന് മുന്നിൽ ചേർത്തിട്ട് നമ്മളതിനെ പ്ലൂറലിൻ്റെ ആ വിശേഷണം കൊടുത്ത് അവതരിപ്പിക്കും. അതിനുവേണ്ടി നമ്മൾ സാധാരണ ചേർക്കുന്ന ചിലതാണ് എ ലോട്ട് ഓഫ്, അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ പ്ലെൻറ്റി ഓഫ് എന്നൊക്കെ പറയും. ഉദാഹരണമായിട്ട് നമ്മൾ എ ലോട്ട് ഓഫ് മണി, സം ലഗേജ്, പ്ലെൻറ്റി ഓഫ് ടൈം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ആ സമയം, പ്ലെൻറ്റി ഓഫ് ടൈം, കുറേയധികം സമയമുണ്ട് എന്നൊരു ധാരണ നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും, പ്ലൂറൽ എങ്ങനെയാണ് അൺകൗണ്ടബിൾ നൗൺ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, മറ്റു കാര്യങ്ങളായിട്ട് അടുത്ത ഷോട്ട് ഞാൻ ചെയ്തതാണ്.